നമസ്കാരം. ഇൻഫോടൈൻമെന്റിലേക്ക് അവർക്കും സ്വാഗതം. SSLC +1 +2 പരീക്ഷ തുടങ്ങുകയാണ്. എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളോട് നോക്കിക്കാണുന്നത്. എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു കലയാണ്. എക്സാം പേപ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ കലാപ്രകടനമാണ്. എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവ് എത്രമാത്രം ഉണ്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, അതിന്റെ പ്രസന്റേഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പ്രസന്റേഷന്റെ കാര്യം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ആൻസർ ഷീറ്റ് എടുക്കുമ്പോൾ തന്നെ അതിന്റെ ഫ്രണ്ട് പേജ് കാണുമ്പോൾ തന്നെ അതിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. ഫേസിംഗ് ഷീറ്റിൽ എഴുതിയിരിക്കുന്ന രീതി വെട്ടിക്കുത്തി എഴുതാതിരിക്കുക, ഭംഗിയായിട്ട് എഴുതുക, വായിക്കാവുന്ന രീതിയിൽ വൃത്തിയായിട്ട് എഴുതുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഫേസിംഗ് ഷീറ്റിൽ എഴുതുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അവിടെ വളരെ വിശദീകരിച്ചൊന്നും എഴുതി പോകേണ്ട കാര്യമില്ല. ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്ന് നീട്ടി എഴുതി പോകേണ്ട കാര്യമൊന്നുമില്ല. HSC എന്ന് എഴുതുകയോ അല്ലെ HS എക്സാമിനേഷൻ എന്ന് എഴുതുകയോ അതുപോലെ തന്നെ SSLC ഷോർട്ടായിട്ട് തന്നെ എഴുതി പോവുക. എഴുതുന്ന നീറ്റായിട്ട് എഴുതുക. കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ എക്സാമിൻ്റെ കൂൾ ഓഫ് ടൈം നമ്മൾ പ്രയോജനപ്പെടുത്തണം. കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒരു 3 പ്രാവശ്യമെങ്കിലും വായിക്കുന്നത് നന്നായിരിക്കും. കാരണം ആദ്യത്തെ ഒരു വായനയിൽ ചില ക്വസ്റ്റ്യനുകൾ മനസ്സിലായില്ലെന്ന് വരാം. രണ്ടാമത്തെ ഒരു വായനയിൽ അത് കുറച്ചും കൂടെ ക്ലിയർ ആവും. മൂന്നാമത്തെ വായനയിൽ അത് നന്നായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ആദ്യത്തെ വായനയിൽ കൂടെ ക്വസ്റ്റ്യനിലെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ, ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട സെൻറ്റൻസുകൾ ഏതാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത് വായിക്കുമ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ആ ക്വസ്റ്റ്യനിലെ പ്രധാനപ്പെട്ട വേർഡുകൾ അണ്ടർലൈൻ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ആ അണ്ടർലൈൻ ചെയ്ത ഭാഗം മാത്രം വായിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് ആൻസർ എഴുതാൻ കഴിയും. ചില ക്വസ്റ്റ്യൻസൊക്കെ 1-2 സെൻറ്റൻസൊക്കെ ഉള്ളതായിരിക്കാം. അത് മുഴുവനും വായിച്ച് സമയം കളയേണ്ട ആവശ്യം വരത്തില്ല. അതിലെ പ്രധാനപ്പെട്ട ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടുന്ന കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഇത് രണ്ടാമത്തെ റീഡിങ്ങിൽ ചെയ്യുക. മൂന്നാമത് വായിക്കുന്ന സമയത്ത് ആൻസർ എഴുതാൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തത് മാത്രം മതിയോ എന്ന്, അതായത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നുകൂടെ കൺഫൈൻ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൻസർ എഴുതുമ്പം നിങ്ങളുടെ സമയം നഷ്ടം ഒഴിവാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് പാർട്ടിൽ തന്നിരിക്കുന്ന അതേപോലെ തന്നെയാണോ മലയാളം പാർട്ടിൽ തന്നിരിക്കുന്നത് എന്നും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്രകാരം രണ്ടും തമ്മിലൊന്ന് സെയിം തന്നെയാണോ എന്ന് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് പല പാർട്ടുകളുണ്ട്. ഓരോ പാർട്ടിൽ നിന്നും ഓപ്ഷനുകളുണ്ട്. നിശ്ചിത ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയാൽ മതിയാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പാർട്ട് 5 3 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ അവിടെ നന്നായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ഇതുപോലെ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് കൊണ്ടാണ് 3 ക്വസ്റ്റ്യനുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ 3 ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ആൻസർ എഴുതാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇവിടെ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നത് തന്നെ ആദ്യം എഴുതാമെങ്കിൽ അത് നന്നായിരിക്കും. അപ്പോൾ ഇപ്രകാരം ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ആ സെക്ഷൻ്റെ ആൻസർ ചെയ്യുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ടിക്കേൽ ഒരു ക്രോസ് ഇടാമെങ്കിൽ, ഒരു വരയിട്ട് അതൊരു ക്രോസ് ആക്കി മാറ്റാമെങ്കിൽ അത് നമ്മൾ അറ്റൻഡ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാകും. ഏതാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ അത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പം അതിനും ഒരു മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ അറ്റൻഡ് ചെയ്തു എന്ന് നമുക്ക് കൺഫേം ആകും. ഇപ്രകാരം ചെയ്യുന്നതിൽ കൂടെ ഓരോ പാർട്ടിലും നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യേണ്ട എല്ലാ ക്വസ്റ്റ്യനുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓരോന്നോരോന്നായിട്ട് എണ്ണിപ്പെറുക്കി നോക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്ന് എഡ്യൂക്കേഷൻ, ടെക്നോളജിയും ട്രഡീഷണൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 2 വേർഷനും വായിച്ച് നോക്കുക. ചിലപ്പം മലയാളത്തിൽ തന്നിരിക്കുന്നത് ഇൻകംപ്ലീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഇൻകംപ്ലീറ്റ് ആയിരിക്കാം. അപ്പം നിങ്ങളുടെ ആ കൺഫ്യൂഷൻ 2 ലാംഗ്വേജും വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പം അതും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ആൻസർ എഴുതിയതിന് ശേഷം പേപ്പർ ടൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേപ്പർ കെട്ടിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ഇവിടെ നോക്കുക. ഇപ്രകാരം പേപ്പർ കെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ അതിനോടനുബന്ധിച്ചുള്ള ആ ഒരു ഭാഗത്തെ ആൻസർ വായിക്കുവാനും കാണുവാനും ഒന്നും സാധിക്കാറില്ല. പ്രത്യേകിച്ച് അവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാറില്ല. ഈ ഭാഗത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുകയാണെങ്കിൽ അതൊരു പക്ഷേ കണ്ടെന്ന് വരില്ല. മുൻപുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് അത് പരിഗണിച്ച് അതിന് മാർക്ക് ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. ഇത്തരം കാര്യങ്ങൾ പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും കുട്ടികൾ അത് ശ്രദ്ധിക്കാറില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു സ്പേസ് ഒഴിവാക്കി വേണം നമ്മൾ ആൻസർ എഴുതുവാൻ. നിങ്ങളുടെ ആൻസർ ഷീറ്റിനെ സംബന്ധിച്ച് നൾ പോയിന്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഏരിയ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ഏരിയയാണിത്. ഈ ഒരു ഏരിയ, ഇത്തരം മറഞ്ഞു പോകാവുന്ന ഈ ഒരു ഏരിയ ഒഴിവാക്കി നിങ്ങൾ ആൻസർ എഴുതാൻ ശ്രമിക്കുക. വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, ഇവിടെ പേപ്പർ ടൈ ചെയ്തിരിക്കുന്ന അഴിച്ചാൽ മാത്രമേ അവിടെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ് പാർട്ട് നമ്പറുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഡിവിഷണൽ നമ്പറുകൾ ഇതൊക്കെ മാർജിന് ശേഷം എഴുതാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്.
എപ്പോഴും മാർജിനിൽ ക്വസ്റ്റ്യൻ്റെ നമ്പർ മാത്രമാണ് എങ്കിൽ പെട്ടെന്ന് വാല്യൂ ചെയ്യുന്ന ആൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യുവാനും ആ ക്വസ്റ്റ്യനുകൾ തിരിച്ചറിയുവാനും മാർക്ക് ഇടുവാനും വളരെ എളുപ്പമായിരിക്കും. അവിടെ മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് ഇവാലുവേറ്ററുടെ കണ്ണിൽ പെടാതിരിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അതേസമയം നിങ്ങളുടെ സബ് പാർട്ട് നമ്പറുകൾ അല്ല ക്വസ്റ്റ്യൻ്റെ സബ് ഡിവിഷൻ്റെ നമ്പറുകളൊക്കെ ഈ മാർജിന് ശേഷം കണ്ടന്റ് ഏരിയയിൽ എഴുതി അതിനുശേഷം ഒരു അല്പം സ്പേസ് ഇട്ടിട്ട് ആൻസർ എഴുതി പോകുന്നതായിരിക്കും നല്ലത്. ഈ പറഞ്ഞ രീതിയിലുള്ള ആൻസർ ഷീറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ മാർജിൻ ഏരിയയിലാണ് 1 2 3 4 5 എന്നുള്ള നമ്പറുകൾ ഇട്ടിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻ നമ്പറുകൾ മാർജിൻ ഏരിയയിലാണ് ഇട്ടിരിക്കുന്നത്. മാർജിൻ ഏരിയയ്ക്കുള്ളിൽ ചെറിയ ഒരു ഏരിയ പെൻസിൽ വെച്ച് ലൈറ്റായിട്ട് വരയ്ക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മടക്കി വയ്ക്കുകയോ ചെയ്ത് അതിനകത്ത് സബ് പാർട്ട് നമ്പറുകളാണ് ഇട്ടിരിക്കുന്നത്. അതായത് റോമൻ ലെറ്റർ 1 റോമൻ ലെറ്റർ 2 ഒക്കെ ഇട്ടിരിക്കുന്ന സബ് പാർട്ട് നമ്പറുകളാണ്. അപ്പോൾ അത് ഒരു ചെറിയ ഒരു മടക്കിനുള്ളിലോ അല്ലെങ്കിൽ പെൻസിൽ വെച്ചൊരു ലൈറ്റായിട്ട് മാർജിൻ പോലെ ഷാർപ്പായിട്ട് വരയ്ക്കാതെ ലൈറ്റായിട്ട് വരച്ച് ആ ഒരു ഏരിയയ്ക്കുള്ളിൽ അത് ഇട്ട് അതിന് ശേഷം എഴുതി തുടങ്ങുകയാണെങ്കിൽ നന്നായിരിക്കും. നിങ്ങളിടുന്ന നമ്പറുകൾ ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ്, സബ് പാർട്ട് നമ്പർ ഏതാണെന്നൊക്കെ വാല്യുവേറ്റേഴ്സിന് പെട്ടെന്ന് മനസ്സിലാകും. അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള നിങ്ങളെക്കുറിച്ചുള്ള ഒരു നല്ല ഇമ്പ്രഷനും അവിടെ വരും. നിങ്ങൾക്ക് ആ ഒരു പ്രിവിലേജ് തന്നുകൊണ്ടായിരിക്കും നിങ്ങളുടെ പേപ്പർ നോക്കി പോകുന്നത്. പരീക്ഷാ ഹാളിൽ ഇരുന്ന് നിങ്ങൾക്ക് പുസ്തകം വായിക്കുവാനോ നിങ്ങളുടെ മെറ്റീരിയൽ നോക്കുവാനോ ഒന്നും എല്ലാ ഇൻവിജിലേറ്റേഴ്സും സമ്മതിച്ചെന്ന് വരില്ല. അപ്പോൾ ഏറ്റവും നല്ലത് പരീക്ഷ തുടങ്ങുന്നതിന് 5-10 മിനിറ്റ് മുമ്പ് പരീക്ഷാ ഹാളിൽ കയറുക. അതുവരെ പുറത്തെവിടെയെങ്കിലും നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കി കാണുക അല്ലെങ്കിൽ വായിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ്. പരീക്ഷാ റൂമിൽ കയറി ഇരുന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന സമയം കളയുന്നത്, ആ ഒരു സമയം എന്ന് പറയുന്നത് പരീക്ഷ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഷോർട്ട് ടൈം മെമ്മറി ആയിട്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളിച്ച് നിർത്താൻ റാൻഡമായിട്ട് ആൻസറുകളിൽ കൂടെ പോകുന്നത് നമുക്ക് പ്രയോജനകരമാണ്. ആ സമയം നിങ്ങളുടെ ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്ന സമ്മറൈസ് ചെയ്ത് നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന നോട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തുടർന്ന് ആദ്യത്തെ ആൻസർ ഷീറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ആൻസർ ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു ആൻസർ ഷീറ്റിൽ നിന്നും ഫേസിംഗ് ഷീറ്റിൽ നിന്നുമാണ് നിങ്ങളെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാകുന്നത്. നിങ്ങൾ എത്രമാത്രം എഴുതിയാലും എത്ര ഡെപ്തിൽ പോയാലും നിങ്ങളുടെ ഫസ്റ്റ് ആൻസർ ഷീറ്റ് പേജ് കാണുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും. അതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ്. അവിടെ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കഴിവതും അറിയാവുന്ന നന്നായിട്ട് പ്രസന്റ് ചെയ്യാവുന്ന ക്വസ്റ്റിന്റെ ആൻസറുകൾ എഴുതുക. അതുപോലെ തന്നെ ഫസ്റ്റ് പേജിന്റെ ലേ ഔട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹാൻഡ് റൈറ്റിംഗ് വരുന്നുണ്ട്, അതിന്റെ ഒരു അറേഞ്ച്മെന്റ് വരുന്നുണ്ട്, പാരഗ്രാഫ് തിരിച്ചെഴുതണം. അതുപോലെ തന്നെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഡയഗ്രംസ്, സ്കെച്ചുകൾ ഇതൊക്കെ ഉപയോഗിക്കുക. അതുപോലെ ഹെഡിങ്ങുകൾ, സബ് ഹെഡിങ്ങുകൾ ഇവയൊക്കെ ഉപയോഗിക്കുക. എല്ലാം എഴുതിയതിനു ശേഷം സമയമുണ്ടെങ്കിൽ സബ് ഹെഡിങ്ങും ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ അണ്ടർലൈൻ ചെയ്ത് വൃത്തികേടാകാതെ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അത് കഴിവതും ഇലിസ്ട്രേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകണം. ഇലിസ്ട്രേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് ഇലിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കഴിവതും ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾക്ക് എക്സാമ്പിൾ എഴുതാൻ ശ്രമിക്കുക. സമയവും മാർക്കും ഒക്കെ അനുസരിച്ചത് നിർബന്ധപൂർവ്വം ചെയ്യുക. അതുപോലെ തന്നെ എക്സാമ്പിളിനോടൊപ്പം തന്നെ ആ ആൻസറുകളെ ഒന്ന് പിക്ചോറിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ചില ക്വസ്റ്റ്യനൊക്കെ അവിടെ വരയ്ക്കാനോ അല്ലെങ്കിൽ ഡയഗ്രാം വരയ്ക്കാനോ ഒന്നും പറയുന്നുണ്ടാവത്തില്ല. പക്ഷേ നിങ്ങൾ ആദ്യമേ ആ ഡയഗ്രാം വരച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഡയഗ്രത്തിൽ നിന്ന് തന്നെ ആൻസർ എല്ലാം ഉണ്ടാവും. വാല്യൂ ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ എക്സാമിനർക്ക് നിങ്ങളുടെ ഡയഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങൾ എഴുതിയിരിക്കുന്ന വായിക്കാതെ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരും. കാരണം ആ ഡയഗ്രാം ക്ലിയർ ആണ്, കൃത്യമാണ് എങ്കിൽ. അതുപോലെ മറ്റൊരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ഡയഗ്രാം ആദ്യമേ വരയ്ക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ പിക്ചർ ആദ്യമേ വരയ്ക്കുകയാണെങ്കിൽ അത് നോക്കി തന്നെ നിങ്ങൾക്ക് എഴുതുവാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡിഫറൻസുകളൊക്കെ എഴുതുമ്പം 2 കോളമായിട്ട് തിരിച്ച് AB 2 കോളമായിട്ട് തിരിച്ചൊക്കെ എഴുതുകയാണെങ്കിൽ അതും നന്നായിരിക്കും. അപ്പം നമ്മുടെ ആ പേപ്പർ അതിൽ ഒരു ആർട്ടിസ്റ്റിക് സെൻസ് ഉണ്ടായിരിക്കണം, അല്ല ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരിക്കണം. വെറുതെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുക എന്നൊരവസ്ഥ ഉണ്ടാവരുത്. അത് നന്നായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് എസ്തെറ്റിക് ആയിട്ട് അതിനെ ക്രിയേറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യണം. ആ ഒരു പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഥവാ പോയിന്റുകൾ കുറഞ്ഞാൽ പോലും ആ പ്രസൻറ്റേഷൻ നിങ്ങൾക്കൊരു കച്ചിത്തുരുമ്പാകും. അപ്പോൾ അത് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പാരഗ്രാഫ് തിരിച്ചു വേണം ആൻസർ എഴുതാൻ. ഒറ്റ പാരഗ്രാഫായിട്ട് എഴുതി വയ്ക്കരുത്. പാരഗ്രാഫ് തിരിച്ചു വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. ഓരോ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ചെറിയ സ്പേസോ അല്ലെങ്കിൽ പെൻസിൽ വെച്ചൊരു ലൈൻ വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരു പേപ്പർ എടുത്ത് കഴിയുമ്പോൾ ആ പേപ്പറിന്റെ വെയിറ്റ്, അതായത് എത്ര പേജുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ അഡീഷൻ ഷീറ്റ് ഒക്കെ ഉപയോഗിച്ച് നല്ല മാസീവായിട്ടുള്ള ഒരു പേപ്പർ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവും. പക്ഷേ ഇപ്രകാരം കൂടുതൽ പേപ്പറിൽ ആൻസർ എഴുതുമ്പം വെറുതെ കത്തി എഴുതി വെക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം
ആദ്യം വായിച്ചു നോക്കുമ്പോൾ തന്നെ വെറുതെ കത്തിയാണ് എഴുതി വെച്ചിരിക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ അത് വളരെ പോസിറ്റീവിന് പകരം വളരെ നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥയിലേക്കായിരിക്കും പോവുക. അപ്പം കത്തിയാണ് എങ്കിൽ പ്രത്യേകിച്ചും ആദ്യത്തെ പേജുകളിലൊന്നും ആ രീതിയിൽ കണ്ടന്റ് ഇല്ലാതെ പ്രസന്റ് ചെയ്ത് വെക്കരുത്. അതുപോലെ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ പേജുകൾ പ്രകാരം കത്തി എഴുതി വെക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഓരോ സെഷനും അർഹിക്കുന്ന സമയം മാത്രം ചെലവാക്കുക. പ്രത്യേകിച്ച് എസ്സേ അതുപോലെ തന്നെ ഷോർട്ട് എസ്സേ ഇതിനൊക്കെ കൂടുതൽ സമയം വേണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കഴിവതും ആദ്യം തന്നെ എഴുതാൻ ശ്രമിക്കുക. അത് ആദ്യം എഴുതിയാലും അവസാനം എഴുതിയാലും അതിന് അതിൻ്റെതായുള്ള സമയം കണ്ടെത്തി മറ്റു ക്വസ്റ്റ്യനുകൾക്ക് അതിന് വേണ്ടുന്ന സമയത്തിനുള്ളിൽ അത് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മുൻപ് എഴുതിയിട്ടുള്ള പരീക്ഷയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ മോഡൽ എക്സാം പോലെയുള്ള ടൈമിനൽ എക്സാമിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് ഒരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്യുക ഓരോ പാർട്ടിനും. അതിനനുസരിച്ച് ആ പാർട്ടിലെ ക്വസ്റ്റ്യന്റെ ആൻസറുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതല്ലാതെ അവസാനം ആൻസർ എഴുതാനുള്ള സമയം ഉണ്ടാവാത്ത ഒരു അവസ്ഥയിലേക്ക് വരരുത്. പ്രത്യേകിച്ചും കൂടുതൽ മാർക്കിന്റെ എസ്എ, സബ്, ഷോർട്ട് എസ്സേ ഇതിന്റെയൊക്കെ ആൻസർ നല്ല രീതിയിൽ എഴുതാനുള്ള സമയം ഉണ്ടാവാത്ത ഒരവസ്ഥയിലേക്ക് വരരുത്. അവസാനം ധൃതി പിടിച്ച് എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. കഴിവതും പരീക്ഷാ സമയത്തിന് 10 മിനിറ്റ് മുമ്പെങ്കിലും മുഴുവൻ ആൻസറും എഴുതി തീർക്കാൻ ശ്രമിക്കുക. അവസാനം ഒരു 10 മിനിറ്റ് ഒന്ന് ഓടിച്ചു നോക്കുവാനും കൗണ്ടർ ചെക്ക് ചെയ്യാനും എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ, ഏതെങ്കിലും അറ്റൻഡ് ചെയ്യാത്തതുണ്ടോ, ഈ രീതിയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം കണ്ടെത്തുക. ക്വസ്റ്റ്യൻ നമ്പറുകൾ വൃത്തിയായി മാർജിന് വെളിയിൽ, അതായത് മാർജിൻ ലൈനിന്റെ ലെഫ്റ്റ് സൈഡിൽ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക. അതുപോലെ ക്വസ്റ്റ്യനിലെ സബ്പാർട്ട് നമ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാർജിൻ ലൈനിന്റെ റൈറ്റ് സൈഡിൽ വേണം എഴുതാൻ. വെറുതെ നിങ്ങൾ ആൻസർ ഷീറ്റിൽ ആൻസറിനോ ANS എന്നോ ഒന്നും എഴുതി ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കരുത്. പേപ്പർ കണ്ടു കഴിയുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ നമ്പറും അതുപോലെ തന്നെ ആൻസറിന്റെ കണ്ടന്റും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത ഒന്നും എഴുതാതിരിക്കാൻ ശ്രമിക്കുക. പരീക്ഷ സംബന്ധമായി മെച്ചപ്പെട്ട രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ സെഷൻ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പരീക്ഷകൾക്കൊക്കെ വളരെയധികം ഓപ്ഷനുകൾ ഉള്ളതുകൊണ്ട്, ഏകദേശം 40 ക്വസ്റ്റ്യനോളം ഉള്ളതുകൊണ്ട് നിങ്ങൾ ആൻസർ എഴുതുന്ന ക്വസ്റ്റ്യനുകൾ മാർക്ക് ചെയ്ത് പോയില്ല എങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി ഏതൊക്കെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളതൊന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു വരില്ല. അപ്പോൾ ഇത് പലപ്പോഴും നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താൻ ഇടയാക്കുന്നുണ്ട്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളുടെ മോട്ടിവേഷണൽ വീഡിയോകളിലും അതുപോലെ തന്നെ എക്സാം എങ്ങനെ എഴുതണം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളിലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആൻസർ തന്നെയായിരിക്കണം. അതായത് നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ പ്രസൻറ്റേഷനും അതിൻ്റെ കണ്ടൻറ്റും ഒക്കെ വായിക്കുന്നതിൽ കൂടെ നിങ്ങളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം ഇവാലുവേറ്റർക്കുണ്ടാവണം. അത് നിങ്ങൾക്ക് നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഉതകുന്ന ഒരു കാര്യമാണ്. അത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസിംഗ് ഷീറ്റിൽ വളരെ ചുരുക്കി, എക്സാമിൻ്റെ പേരൊക്കെ വളരെ ചുരുക്കി എഴുതേണ്ട കാര്യമുള്ളൂ. HSC എന്നോ അല്ലെങ്കിൽ HS എക്സാമിനേഷൻ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ഫസ്റ്റ് ഇയർ എന്നും സെക്കൻഡ് ഇയർ ആണെങ്കിൽ സെക്കൻഡ് ഇയറും മാസവും ഇയറും എഴുതുക. വളരെ നീറ്റായിട്ടും ലെജിബിളായിട്ടും വെട്ടും കുത്തും ഒന്നും ഇല്ലാതെ തന്നെ എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അത്യാവശ്യം എഴുതേണ്ട കാര്യങ്ങളൊക്കെ കറക്ഷനുകളൊന്നും ഇല്ലാതെ എഴുതുമ്പോൾ തന്നെ ആ ഒരു പേപ്പറിനെ കുറിച്ച് ഒരു ഇമേജ് ഉണ്ടാവും. പിന്നീട് ഫസ്റ്റ് ആൻസർ ഈ പറഞ്ഞ രീതിയിൽ എഴുതുക. അപ്പോൾ ഇവിടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഉചിതമല്ല എന്നുള്ളത് കൊണ്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുന്നുകൊണ്ടും പല കുട്ടികൾ ഈ രീതിയിലുള്ള ചെറുതെന്ന് തോന്നാവുന്ന ഗൗരവമേറിയ ഈ പോരായ്മകൾ വരുത്തി പരീക്ഷ എഴുതുന്ന കാണുന്നതുകൊണ്ടും മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ സെഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചാനലിൽ എങ്ങനെയാണ് പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ റീവാലുവേഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാവുന്നതിനെക്കുറിച്ചും ഒക്കെ വീഡിയോ സെഷനുകൾ ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ അത് നോക്കിക്കാണാൻ ശ്രമിക്കുക. പ്രസ്തുത വീഡിയോകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. +2 സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 വീഡിയോ സെഷനും കൂടി ഇതിനോടൊപ്പം തന്നെ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.